എല്ലാവർക്കും നമസ്കാരം. മാനിഫെസ്റ്റിംഗ് നോളജിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിസ്റ്ററിയുടെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് നമ്മുടെ യൂറോപ്യന്മാർ നമ്മുടെ ഇന്ത്യയിലേക്കോ അഥവാ കേരളത്തിലേക്കോ എത്തിയത്. പക്ഷേ ഈ കാലഘട്ടത്തിന് പണ്ടേ തന്നെ എന്താണ്, അറബികളും ചൈനക്കാരും നമ്മുടെ കേരളവുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഓക്കെ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. നോക്കിക്കോളൂ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് ആര്? പോർച്ചുഗീസുകാർ. പക്ഷേ ഒരു വാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ മാറും. ആദ്യം ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ വിദേശികൾ ആരായിട്ട് വരും? അത് അറബികളും ചൈനക്കാരുമാണ്. ഡിഫറൻസ് മനസ്സിലായോ? കടൽ മാർഗം ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ടെത്തിയ വിദേശികളാണ് അറബികളും ചൈനക്കാരും. കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എങ്ങനെയാണ്? അത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിങ്ങനെയാണ്. നമ്മൾ പണ്ട് മുതലേ യൂറോപ്യന്മാരുടെ ആഗമനത്തിൻ്റെ ആ ഒരു ക്രമം പഠിക്കുമ്പോൾ പറയുന്നൊരു കോഡാണേ. നോക്കിയേ, എന്താണ് ആ കോഡ്? ഇതേനെ, പോഡാ ബീഫെ എന്നാണല്ലേ ആ കോഡ്. മിക്കവർക്കും അറിയാൻ പറ്റുന്നൊരു കോഡ് തന്നെയാണ് പോഡാ ബീഫെ. പോഡാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ്. ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എങ്ങനെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിങ്ങനെയാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ്. പോർച്ചുഗീസുകാരെങ്ങനെയാണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരായിട്ടുള്ള പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അതെവിടെയാണ്? അത് ആഫ്രിക്കയിലാണല്ലേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ ശുഭപ്രതീക്ഷ മുനമ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഏത് വഴിയാണ് അവർ വന്നത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്, അഥവാ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് വഴിയാണ്. 1453 ഈ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ പല സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ട്. 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലം ഈ യൂറോപ്യൻസിന് ഇന്ത്യയിലേക്കുള്ള ആ ഒരു വഴി എന്താണ്, അവിടെ തടസ്സപ്പെട്ടു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് പുതിയൊരു കടൽ മാർഗം കണ്ടുപിടിച്ചു. ഇന്ത്യയിലേക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, വാസ്കോഡ ഗാമ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. നമ്മൾ ചെറുപ്പത്തിലത്തെ ക്ലാസ് മുതലേ പഠിക്കുന്നൊരു കാര്യമാണല്ലേ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. ഈ വാസ്കോഡ ഗാമയുടെ ജന്മസ്ഥലം ഏതാണ്? അത് ലിസ്ബൺ ആണല്ലേ. വാസ്കോഡ ഗാമയുടെ ജന്മസ്ഥലം ലിസ്ബൺ ആണ്. ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. അപ്പോൾ സർദാർ KM പണിക്കർ എന്താണ് പറഞ്ഞത്? വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്നാണ് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ? സർദാർ KM പണിക്കറാണ്. ഓക്കെ, വാസ്കോഡ ഗാമയെ അയച്ച പോർച്ചുഗീസ് രാജാവാരാണ്? അത് മാനുവൽ ഒന്നാമൻ അഥവാ ഡോം മാനുവലാണ്. വാസ്കോഡ ഗാമയെ അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ അഥവാ ഡോം മാനുവലാണ്. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അത് അൽവാരോ വെൽഹോ ആണ്. ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോവ്.
ഈ വെൽഹോവ് നോക്കിയേ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നവരൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഞാൻ ഒരു കാര്യം പറയാം, അത് കിട്ടുന്നവർ അങ്ങനെ നോക്കി വെച്ചോളൂ. വെൽഹോവ് അല്ലേടാ, വെൽഹോവ് ആണല്ലേ. വെല്ല്, ആദ്യത്തെ വെല്ലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? നല്ല സുഖമായിട്ടിരിക്കാൻ, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു മീനിങ് അല്ലേ. ദേ ഇവിടെ വാസ്കോഡ ഗാമയുടെ ഫോട്ടോ നോക്കിയേ, ഒരു വയസ്സനാണല്ലേ. അപ്പോൾ ഈ വയസ്സനെയൊക്കെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ഇല്ല. അയാൾ വെല്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, വെല്ലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ഗാമയ്ക്കൊപ്പം ആരെ വിട്ടു? ആര് വന്നു? വെൽഹോവ് വന്നു. അപ്പോൾ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൽഹോവ് ആണെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുള്ളൂ. കണക്ട് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്ത് വെക്കുക. കുറച്ചധികം വർഷങ്ങളുണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കാം നമുക്ക്. 1497 വാസ്കോഡ ഗാമ ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങിയതെന്നാണ്? 1497 എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, വാസ്കോഡ ഗാമയുടെ സ്ഥലം ഏതാണ്? ലിസ്ബൺ ആണല്ലേ, പോർച്ചുഗീസിലെ ലിസ്ബൺ ആണ്. അപ്പോൾ അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. ആര് പറഞ്ഞിട്ടാണ് യാത്ര തുടങ്ങിയത്? മാനുവൽ ഒന്നാമനാണ്. 1498 മെയ് 20 ഈ ഒരു ഡേറ്റ് അടക്കം പഠിക്കണം. എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റിലും അല്ലാതെയും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 1498 മെയ് 20 ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ എവിടെയാണ് എത്തിയത്? കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്ത് പന്തലായനിക്കടപ്പുറത്ത്. ഓക്കെ, കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനിക്കടപ്പുറത്താണ് എത്തിയത്. വാസ്കോഡ ഗാമ കാലുകുത്തിയത് കോഴിക്കോട് കാപ്പാട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഏത് പഞ്ചായത്താണ്? അത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യമാണോ എന്ന് അറിയത്തില്ല, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ചേമഞ്ചേരി പഞ്ചായത്താണ്. ഇനി പന്തലായനിക്കടപ്പുറത്താണ്. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം എത്തിയത്? 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ എത്തിയത്. അപ്പോൾ 1497 ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങി. 1498 പിറ്റേ വർഷം മെയ് 20 ഇന്ത്യയിലെത്തി. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനിക്കടപ്പുറത്താണ് അദ്ദേഹം വന്നിറങ്ങിയത്. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് എവിടെ എത്തിയത്? ഇന്ത്യയിൽ എത്തിയത്. 1499 പിറ്റേ വർഷം ലിസ്ബണിലേക്ക് തിരിച്ചുപോയി അവിടെ എത്തി. 1499 ഈ 3 വർഷവും അടുത്തടുത്ത വർഷങ്ങളല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. 1497 ലിസ്ബണിൽ നിന്ന് യാത്ര തുടങ്ങി. 1498 മെയ് 20 ഇന്ത്യയിലെത്തി. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷം? 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1499 ലിസ്ബണിലേക്ക് മടങ്ങിയെത്തി. ഓക്കെ, ഇനി വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിലെത്തിയത് 1502 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്, പഠിച്ചു വെക്കുക. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ ഇന്ത്യയിലെത്തിയത്. 1502 അല്ലേ, അപ്പോൾ രണ്ടാം തവണയല്ലേ, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് വെക്കാമല്ലോ. 1502 രണ്ടാം തവണ ഇന്ത്യയിലെത്തി. 1502 രണ്ടാം തവണ, 1502 രണ്ടാം തവണ. ഇനി 1524 മൂന്നാം തവണ എത്തി. അവസാനമായിട്ടും എത്തിയതും പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് എത്തിയതും 1524 1524 മൂന്നാം തവണ എത്തിയത്. പിന്നെ അവസാനമായിട്ട് എത്തിയത്, പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് എത്തിയത്, അതൊക്കെ 1524 ഓർക്കാം. അപ്പോൾ നമ്മൾ 1502 രണ്ടാം തവണ എത്തി എന്ന് പറഞ്ഞു. 1524 മൂന്നാം തവണ എത്തി, അവസാനമായിട്ടെത്തി. പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആ ടൈമിൽ. ഇനി 1524 ഈ ഒരു ഡേറ്റ് അടക്കം പഠിക്കണം. 1524 ഡിസംബർ 24, രണ്ടും 24 അല്ലേ, വർഷത്തിലും ഉണ്ട് ഡേറ്റിലും ഉണ്ട് 24. 1524 ഡിസംബർ 24 അദ്ദേഹം മരിച്ചു. എവിടെ വെച്ചാണ് മരിച്ചത്? കൊച്ചിയിൽ വെച്ചിട്ടാണ്. കൊച്ചിയിൽ തന്നെയാണ് അടക്കം ചെയ്തതും. എവിടെ? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അടക്കം ചെയ്തത്. ഇനി
1539 ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് 1539. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തേക്കുന്നത് എവിടെയാണ്? ലിസ്ബണിലെ ജെറോണിമിസ്റ്റ് കത്തീഡ്രലിലാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത്. ആദ്യം എവിടെയായിരുന്നു? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം അടക്കം ചെയ്തത്. 1539 കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നിലവിലുള്ളത് ജെറോണിമിസ്റ്റ് കത്തീഡ്രൽ ലിസ്ബണിലാണ്. ഓക്കെ, ഇത്രയും വർഷങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ടാവും. അപ്പോൾ ഒന്ന് റിവിഷൻ നോക്കാം. ആദ്യം നമ്മൾ ഏതാ പഠിച്ചേ? 1497 നമ്മുടെ കഥ ആരംഭിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു, യാത്ര സ്റ്റാർട്ടഡ്. ഓക്കെ, യാത്ര തുടങ്ങി. എവിടെ നിന്ന്? ലിസ്ബണിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഇനി 1498 പിറ്റേ വർഷം മെയ് 20, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് 20 എന്താണ്? അദ്ദേഹം ഇന്ത്യയിലെത്തി, അഥവാ കേരളത്തിലെത്തി. കേരളത്തിൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കടപ്പുറത്താണ് അദ്ദേഹം വന്നിറങ്ങിയത്. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷം? 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇന്ത്യയിലെത്തിയത്. ഇനി 1499 എന്താണ്? അദ്ദേഹം തിരിച്ച് ലിസ്ബണിലെത്തി. ഇനി 1502 രണ്ടാം തവണ. അപ്പോൾ സെക്കൻഡ് ടൈം ഇന്ത്യയിൽ വന്നത് 1502 ഓർക്കാം. ഇനി 1524 അദ്ദേഹം മൂന്നാം തവണ വന്നു. തേർഡ് ടൈം വന്നത് 1523. തേർഡ് ടൈം വന്നതും അവസാനമായി വന്നതും പോർച്ചുഗീസ് വൈസ്രോയി ആയി വന്നതും ആ ഒരു വർഷമാണ് 1524. 1539 മുന്നേ മരിച്ചത് പറയണമല്ലോ. 1524 ഡിസംബർ 24, വർഷവും ഡേറ്റും സെയിം ആണ്. 24 എന്ത് ചെയ്തു? ഡൈഡ്. എവിടെ വെച്ചാണ് മരിച്ചത്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലാണ് അടക്കം ചെയ്തത്. കൊച്ചിയിൽ വെച്ചിട്ടാണ് മരിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? 1539 ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ജെറോണിമിസ്റ്റ് കത്തീഡ്രൽ ലിസ്ബണിലാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത്. ഇത്രയും വർഷങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ റിവൈസും ചെയ്തു. ഓക്കെ, ഗാമ സഞ്ചരിച്ച കപ്പലാണ് ചോദിക്കുന്നത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. ഇനി അദ്ദേഹത്തിൻ്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ സെൻറ്റ് റാഫേല്, സെൻറ്റ് ബെറിയോ. അദ്ദേഹം സഞ്ചരിച്ച കപ്പൽ ഏതാണ്? അത് സെൻറ്റ് ഗബ്രിയേലാണ്. ഗാമ ഗബ്രിയേൽ. സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേല്, സെൻറ്റ് ബെറിയോ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ബെഗ്ഗറ എന്ന് പറയുന്നൊരു കോഡ് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്ത് പഠിച്ചത്. എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് യൂസ് ചെയ്യാം. ബെഗ്ഗറ നമ്മളിങ്ങനെ പറയത്തില്ല, ബെഗ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ചക്കാരൻ എന്നല്ലേ? അങ്ങനെയൊന്നുമല്ല. ബെഗ്ഗറ എന്ന് പറയുന്നൊരു കോഡ്. ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ബെറിയോ ആണ്. ഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് ഗബ്രിയേൽ ആണ്. റാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റ് റാഫേൽ ആണ്. സെൻറ്റ് ബെറിയോ, സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ ആണ് അദ്ദേഹത്തിൻ്റെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന കപ്പലുകൾ.
ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് അറിയപ്പെടുന്നത് വാസ്കോഡഗാമയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അത് വാസ്കോഡഗാമയാണ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? മാനുവൽ രാജാവ്. ഈ മാനുവൽ രാജാവ് കാണുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്തെന്നാണ് മാനുവൽ രാജാവിനെ കുറിച്ചിട്ട്? ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ രാജാവ്. ഡോം മാനുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പേര്, അറിയപ്പെടുന്നൊരു പേര്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? അതും മാനുവൽ രാജാവാണ്. ഓക്കെ, ഇനി വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. വാസ്കോഡഗാമ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവയിലാണ് എന്ന് ഓർക്കാം. ഓക്കെ, ഇനി കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? പെറോഡ കോവിൽഹ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പെറോഡ കോവിൽഹ എനിക്കൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു കോഡാണേ. റോഡ് വഴി വന്നതുകൊണ്ട് കരമാർഗമല്ലേ വന്നത്, അപ്പോൾ കരയിലല്ലേ റോഡുകളുള്ളത്, അപ്പോൾ റോഡ് വഴിയാണ് വന്നതെന്ന് ഓർക്കുക. അപ്പോൾ കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ. പെറോഡ കോവിൽഹ റോഡ് വഴിയാണ് വന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. എങ്ങനെ കണക്ട് ചെയ്താലും എവിടത്തെ കോഡ് എടുത്താലും നമ്മൾ പഠിച്ചാൽ മതി, നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി വന്ന ആദ്യ യൂറോപ്യന്മാരാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അത് ബർത്തലോമിയോ ഡയസ് ആണ്. ആദ്യം ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികൻ അത് ബർത്തലോമിയോ ഡയസ് ആണ്. പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ, വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അത് കബ്രാളാണ്. പെട്രോ അൽവാരസ് കബ്രാളാണ്. 1500-ലാണ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് എത്തിയത് ആരാണ്? കബ്രാളാണ്. കബ്രാള് പിൻഗാമി കബ്രാള്. അത് 1500-ലാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാള്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് ആരാണ്? പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? അത് കബ്രാളാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാള്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലെത്തിയതാണ് കബ്രാള്. 1500-ലാണ് സംഭവം എത്തുന്നത്. പോർച്ചുഗീസ് വൈസ്രോയിമാരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയും അൽബുക്കർക്കും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 1524 അവസാനമായും മൂന്നാമതായും വാസ്കോഡഗാമ എത്തിയപ്പോൾ അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 3 വൈസ്രോയിമാരുടെ പേര് നമുക്കിപ്പോൾ അറിയാൻ പറ്റുമല്ലേ ഇതും കൂടെ പഠിക്കുമ്പോൾ. അപ്പോൾ അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. നീലജലനയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീലജലനയം ആരാണ് കൊണ്ടുവന്നത്? അൽമേഡയാണ്. നീലജലനയം ബ്ലൂ വാട്ടർ പോളിസി അൽമേഡയുടേതാണ്. അൽമേഡ ബ്ലൂ വാട്ടർ പോളിസി. നീലജലനയം മെയ്ഡ് ചെയ്തത് അൽമേഡ. അല്ലെങ്കിൽ നീലജലം ഈ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മൾ എന്ത് ചെയ്യും? നല്ല പെടപെടക്കും എന്നോർക്കുക. അൽമേഡ പെടപെടക്കും. ഓക്കെ, നീലജലനയം അൽമേഡ. നീലജലനയം മെയ്ഡ് ചെയ്തത് അൽമേഡ. ഓക്കെ, ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയുമാണ്. ഇനി അടുത്തതാണ് അൽബുക്കർക്ക്. 1509 മുതൽ 1515-ലാണ്. 1509 മുതൽ 1515. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ്. അതേപോലെ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കുക. പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് അൽബുക്കർക്ക്. ആദ്യത്തെ ആള് അൽമേഡയാണ്. പക്ഷേ നമ്മൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് അൽബുക്കർക്ക്. രണ്ടാമത്തെ ആളാണെന്ന് ഓർക്കാം. ഇദ്ദേഹമാണ് വളരെ ശക്തനായിട്ടുള്ള
ഒരു പോർച്ചുഗീസ് വൈസ്രോയി. ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. അപ്പോൾ അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത്. ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. 1510 1510, ഈ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടില്ല. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് അഥവാ മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന് ഈ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. അതിനുശേഷം അതിനു മുൻപേ വരെ എന്തായിരുന്നു ആസ്ഥാനം? അത് കൊച്ചിയിലായിരുന്നു ആസ്ഥാനം. ഗോവ പിടിച്ചെടുത്തതിനു ശേഷം അൽബുക്കർക്ക് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റുകയുണ്ടായി. ഓക്കെ, ആരിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്? അത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്. ആദ്യ യൂറോപ്യൻ കോട്ട സ്ഥാപിച്ചത് അൽബുക്കർക്കാണ്. എന്താണ് ആ കോട്ടയുടെ പേര്? മാനുവൽ കോട്ട എന്നാണ് പേര്. കുറേ പേരുകളുള്ള ഒരു കോട്ടയാണ്. നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ അത് പഠിക്കും. 1502 ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. 1503 പള്ളിപ്പുറം കോട്ട സ്ഥാപിച്ചത്. 1503 മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മാനുവൽ കോട്ട സ്ഥാപിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. ഏത് വർഷമാണ്? 1503. 1510 ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചല്ലോ. ഗോവ പിടിച്ചെടുത്തു. ആരിൽ നിന്ന്? മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന്, അല്ലെങ്കിൽ ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു. കോഴിക്കോട് നഗരാക്രമണ സമയത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആരെയാണ് നിയമിച്ചത്? കുട്ടിൻഹോയെയാണ്. ഒരു കുട്ടിയെയാണ് നിയമിച്ചതെന്ന് ഓർക്കാം. ഓക്കെ, കോഴിക്കോട് നഗരാക്രമണത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെയാണ് അൽബുക്കർക്ക് നിയമിച്ചതെന്ന് ഓർക്കുക. നേതൃത്വം നൽകാൻ വേണ്ടി നിയമിച്ചത്. കോഴിക്കോട്, ഈ വീട്ടിലൊക്കെ കോഴിക്കോടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടാവും അല്ലേ, കോഴികളെ കളിപ്പിച്ചും അങ്ങനെയൊക്കെ. അപ്പോൾ കോഴിക്കോട് നഗരാക്രമണം കുട്ടിൻഹോ. ഓക്കെ, ഇനി മിശ്ര കോളനി വ്യവസ്ഥ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ സങ്കരവാസ സങ്കേതങ്ങൾ കൊണ്ടുവന്ന പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. അതായത് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മാരേജിനെയും ഒരുമിച്ച് താമസിക്കുന്നതിനുമൊക്കെ സപ്പോർട്ട് ചെയ്ത വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അതാണ് മിശ്ര കോളനി വ്യവസ്ഥ. ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, നീതി പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സൈനിക പരിശീലനം, ഇന്ത്യക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ചേർത്ത് കൊണ്ടിട്ട് അവർക്ക് നല്ല പരിശീലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തത് ആരാണ്? അൽബുക്കർക്കാണ്. രണ്ടാമത്തെയാണ്, ശക്തനായതാണ്, പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ്. ആരാണ്? അൽബുക്കർക്കാണ്. ഓക്കെ, കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ ആരെയാണ്? സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരെയാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ എന്നറിയപ്പെടുന്നത്. 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു. കുഞ്ഞാലി 1 കുട്ടിയലി, കുഞ്ഞാലി 2 കുട്ടിപ്പോക്കറലി, കുഞ്ഞാലി 3 പടുമരയ്ക്കാർ, കുഞ്ഞാലി 4 പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുഞ്ഞാലി നാലാമനാണ് എന്ന് ഓർക്കാം. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമനാണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു സാധനം നേരത്തെ പഠിച്ചല്ലോ, വാസ്കോഡഗാമ പഠിച്ചപ്പോൾ. അതെന്തായിരുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അധിപൻ അല്ലെങ്കിൽ സേനാധിപതി ആരാണ്? അത് വാസ്കോഡഗാമയാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രാജാവ് ആരാണ്? അത് കുഞ്ഞാലി നാലാമനാണ്. കുഞ്ഞാലി നാലാമനാണ് ഈ കൂട്ടത്തിൽ ഭയങ്കര ഇതിൻ്റെ ലീഡർഷിപ്പൊക്കെ ഉള്ളൊരു ആള് കുഞ്ഞാലി നാലാമനാണ്. അടച്ചിട്ട് കടന്നു കളയുക എന്ന ഒരു മുറ അല്ലെങ്കിൽ ഒരു യുദ്ധമുറ ആരുടേതായിരുന്നു? അത് കുട്ടിയലിയാണ്. കുഞ്ഞാലി 1 കുട്ടിയലി. ഓക്കെ, കുഞ്ഞാലി 1 പേരാണ് കുട്ടിയലി. അടച്ചിട്ട് കടന്നു കളയുക എന്ന യുദ്ധമുറ ആരുടേതായിരുന്നു? കുട്ടിയലിയാണ്.
ഈ കുട്ടികൾ വീട്ടിലൊക്കെ നമ്മൾ ഒരു റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്താണ്, നമ്മളെയൊക്കെ അടച്ചിട്ടിട്ട് വാതിലൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് അടച്ചിട്ടിട്ട് ഓടിക്കളയോ അല്ലേ കുട്ടികളൊക്കെ. അപ്പോൾ അടച്ചിട്ട് കടന്നു കളയുക എന്നുള്ളൊരു യുദ്ധമുറ കുട്ടിയലിയുടേതാണെന്ന് ഓർക്കുക. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം. കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയ്ക്കൽ, വടകര. കോട്ടയ്ക്കൽ, വടകരയിലാണ് കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോർച്ചുഗീസുകാരുടെ കുറച്ച് സംഭാവനകളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പള്ളിപ്പുറം കോട്ട, ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞു. മാനുവൽ കോട്ടയുടെ കുറച്ച് പേരുകൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് പള്ളിപ്പുറം കോട്ട. ഇതാണ് നമ്മുടെ മാനുവൽ കോട്ട. ഇതാണേ. ഇതെവിടെയാണുള്ളത്? പള്ളിപ്പുറത്താണുള്ളത്. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇതിന് പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്നു. പിന്നെ കൊച്ചിക്കോട്ട, വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട, മാനുവൽ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ സെയിം കോട്ട തന്നെയാണ്. 1503 സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? അൽബുക്കർക്കാണ്. നമ്മൾ പഠിച്ചു അൽബുക്കർക്ക്. അപ്പോൾ ആരാണ്? രണ്ടാമത്തെ വൈസ്രോയി ആണ്, ശക്തനാണ്. അതേപോലെ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിതിയായിട്ടുള്ള കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. ഇനി സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂർ. സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട, കണ്ണൂരുള്ള സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട അത് അൽമേഡയാണ് നിർമ്മിച്ചത്. അൽമേഡയാണ് 1505 സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ അൽമേഡയാണ് 1505 നിർമ്മിച്ചേക്കുന്നത്. അൽമേഡ ആരാണ്? ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അതേപോലെ തന്നെ ഏതോ സാധനം മെയ്ഡ് ചെയ്തെടുത്തു. എന്ത് സാധനമാണ്? ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ നീലജലനയം മെയ്ഡ് ചെയ്തെടുത്തത് അൽമേഡയാണ്. 1505 അൽമേഡ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോയൊക്കെ നോക്കി വെച്ചോളൂ. ജസ്റ്റ് ഫോട്ടോ കണ്ടുപിടിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ? അതാണ് ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്തത്. ഇനി അടുത്തത് ചാലിയം കോട്ട. ചാലിയം കോട്ട എവിടെയാണ്? കോഴിക്കോടാണ്. ചാലിയം കോട്ട കോഴിക്കോടാണ്. 1531 ചാലിയം കോട്ട നിർമ്മിച്ചത്. 1531 ഇമ്പോർട്ടൻ്റ് ആണ്. 1531 ചാലിയം കോട്ട സ്ഥാപിച്ചത്. 1531. ഓക്കെ, ഇവിടെയാണ്, കോഴിക്കോടാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നോ ചാലിയം കോട്ട സ്ഥാപിച്ചത്? ഈ കുഞ്ഞാലിമരയ്ക്കാർമാരുണ്ടല്ലോ, അവർ പോർച്ചുഗീസുകാരെ ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ചത്. ഏത് വർഷം? 1531 നിർമ്മിച്ചത്. എവിടെയാണ്? കോഴിക്കോടാണ്. ചാലിയം കോട്ട പണിത ഗവർണർ ആരാണ്? അത് നുനോഡ കുൻഹയാണ്. നുനോഡ കുൻഹ. ചാലിയം കോട്ട 1531 കോഴിക്കോട്, നുനോഡ കുൻഹ. ചാലിയം കോട്ട 1531 കോഴിക്കോട്, നുനോഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? അത് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ട. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാരാണ്? അത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാമൂതിരിയെ സഹായിച്ചതാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ ഇവർ തിരിച്ചു പിടിച്ചു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട ഇവർ പിടിച്ചെടുത്തു. അപ്പോൾ ആ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് അഥവാ ഖാദി മുഹമ്മദ് എന്നും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഖാസി മുഹമ്മദ് അല്ലെങ്കിൽ ഖാദി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്തുൽ മുബീൻ, വ്യക്തമായ വിജയം. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് അഥവാ ഖാദി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യമാണ് ഫത്തുൽ മുബീൻ. ഖാസി മുഹമ്മദ് ഫത്തുൽ മുബീൻ, വ്യക്തമായ വിജയം. ചാലിയം കോട്ട എന്നാണ് പണിതത്? 1531 കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. നുനോഡ കുൻഹയാണ് പണിത ഗവർണർ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ടയാണ്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ ചാലിയം കോട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സാമൂതിരിയെ സഹായിച്ചു. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടിട്ട്
ആരാണ്? ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ വ്യക്തമായ വിജയം. ഖാസി മുഹമ്മദാണ് ഫത്തുൽ മുബീൻ വ്യക്തമായ വിജയം. ഇപ്പം തന്നെ പഠിച്ചു പോവാം ഈ പേരൊക്കെ. ഇനി കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലും വൈപ്പിനിലും എവിടെയാണ്? കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു എന്ന് 1577 1577 അച്ചടിശാലയല്ലേ ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്? ലാസ്റ്റത്തെ 2 നമ്പർ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ചടിശാല സ്ഥാപിച്ചത് 1577. അച്ചടിശാല ഒരേപോലെ ഇരിക്കുമല്ലേ? അപ്പോൾ 1577 77 കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല. ഇനി ചവിട്ടുനാടകം കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പപ്പായ, പേരക്ക, മരച്ചീനി എന്നീ ഇനങ്ങൾ കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് കണ്ടുപിടിച്ചതല്ല, ജന്മദേശമല്ല പറയുന്നത്, കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. പപ്പായ ആയിക്കോട്ടെ, പേരക്ക ആയിക്കോട്ടെ, മരച്ചീനി ആയിക്കോട്ടെ, പിന്നെ പുകയിലയും കൂടെ ഉണ്ട്, പുകയില ഒക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഇനി യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലാണ് ആരംഭിച്ചത്. തൃശ്ശൂർ കോട്ടപ്പുറം കോട്ട പണിതു. തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം കോട്ട പണിതു. കോഴിക്കോട് ജില്ലയിൽ ഏത് കോട്ടയാണ്? ചാലിയം കോട്ട പണിതു 1531. തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം കോട്ട പണിതു. അതേപോലെ തന്നെ കൊല്ലത്ത് തങ്കശ്ശേരി കോട്ട പണിതതും ഇവർ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ പള്ളി സ്ഥാപിച്ചത് എവിടെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ഇന്ത്യയിലെ തന്നെ ആദ്യ പള്ളി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അതെവിടെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയാണ്. ഇനി ആദ്യ സെമിനാരി എവിടെയാണ്? അത് വരാപ്പുഴയിലാണ്. ആദ്യ സെമിനാരി വരാപ്പുഴ. പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്, കൊച്ചിയിലാണ്. ആദ്യ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ്. ആദ്യ സെമിനാരി വരാപ്പുഴയിലാണ്. ആദ്യ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ്. ആദ്യ സെമിനാരി വരാപ്പുഴയിലാണ്. ഇനി പോർച്ചുഗീസുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് ഗോഥിക് ശൈലി. ഗോഥിക് ശൈലി ആരാണ് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാരുടെ ഒരു സംഭാവനയാണ് ഗോഥിക് ശൈലി. ഈ ഗോഥിക് ശൈലിയിൽ പണിത ഇന്ത്യയിലെ 2 പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയും ബോം ജീസസ് പള്ളി ഗോവയും. കൊച്ചിയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലുള്ള ബോം ജീസസ് പള്ളിയും ഏത് ശൈലിയിലാണ് നിർമ്മിച്ചത്? ഗോഥിക് ശൈലിയിലാണ്. ഗോഥിക് ശൈലി ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഇനി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗീസുകാരുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവമാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെപ്പറ്റി സൂചന നൽകുന്ന അറബി ഭാഷയിൽ രചിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. ഈ പേരൊന്ന് നല്ലോണം നോക്കി വെച്ച്. മുജാഹിദീൻ ജായാണേ. കാരണം തുഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്ന മുവാഹിദീൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് രാജാറാം മോഹൻ റോയിയുടെയാണ്. എ ഗിഫ്റ്റ് ടു മോണോതീസ്റ്റ് എന്നോ അങ്ങനെ എന്തോ ആണ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം അങ്ങനെ എന്തോ. പക്ഷേ ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഫത്തുൽ മുജാഹിദീനാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെപ്പറ്റി സൂചന നൽകുന്ന അറബി ഭാഷയിൽ രചിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. ഏതു ഭാഷയാണ്? അറബി ഭാഷയാണ്. ആരാണ് രചിച്ചത്? ഷെയ്ഖ് സൈനുദ്ദീനാണ്. അതിലെന്തിനെ പറ്റിയാണ് പറയുന്നത്? കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെപ്പറ്റി സൂചന നൽകുന്ന ഒരു കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ തുഫത്തുൽ മുവാഹിദീൻ ആരുടെയാണ്? അത് രാജാറാം മോഹൻ റോയിയുടെയാണ്. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസ് പണിത് നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. ഏത് വർഷം? 1555. 1555. മട്ടാഞ്ചേരി പാലസ് 1555. മട്ടാഞ്ചേരി പാലസ് 1555. ആര് പണിത് നൽകി? പോർച്ചുഗീസുകാർ പണിത് നൽകി. ആർക്ക് കൊടുത്തു? കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് കൊടുത്തു. പക്ഷേ ഈ മട്ടാഞ്ചേരി പാലസ് പണിതത് പോർച്ചുഗീസുകാരാണെങ്കിലും 1663 ഈ വർഷം പഠിച്ചോ, 1663 എന്ത് ചെയ്തു? നമ്മുടെ ഡച്ചുകാർ വന്നപ്പോൾ
അതൊന്ന് പുതുക്കി പണിതു, ഡച്ചുകാർ പുതുക്കി പണിതു. അപ്പോൾ അതേ പിന്നെ എന്താണ്, ഈ മട്ടാഞ്ചേരി പാലസ് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നു. അതിൽ പിന്നെയാണ് മട്ടാഞ്ചേരി പാലസ് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി പാലസ് ആണ്. ഡച്ച് കൊട്ടാരം പണിതതാരാണ്? ഡച്ചുകാരാണോ? അല്ല, പോർച്ചുഗീസുകാരാണ്. പക്ഷെ പുതുക്കി പണിതത് ആരാണ്? ഡച്ചുകാരാണ്. പണിത വർഷം ഏതാണ്? പുതുക്കി പണിതത് 1663-ലാണ്. മട്ടാഞ്ചേരി പാലസ് നിലവിൽ വന്ന വർഷം എന്താണ്? 1555 1555 ഇനി കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ വെച്ച 2 സന്ധികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ വെച്ച സന്ധികൾ. 1513 കണ്ണൂർ സന്ധി ഉണ്ട്. 1513 കണ്ണൂർ സന്ധി ഉണ്ട്. 1513 കണ്ണൂർ സന്ധി, 1513 കണ്ണൂർ സന്ധി. ദേ നോക്കിയേ, 1513 ലാസ്റ്റ് നമ്പർ 3 അല്ലേ, പിന്നെ കണ്ണൂരും. അപ്പോൾ തൃക്കണ്ണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചോ. ഓപ്ഷൻസ് നമ്മൾക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ 1513 കണ്ണൂർ സന്ധി തൃക്കണ്ണ്, 1513 കണ്ണൂർ സന്ധി തൃക്കണ്ണ്, 1540 പൊന്നാനി സന്ധി. 1540 പൊന്നാനി സന്ധിയാണ്. 40 പവൻ പൊന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നവർ കണക്ട് ചെയ്ത് വെക്കാം. 1540 പൊന്നാനി സന്ധി, 1513 കണ്ണൂർ സന്ധി, 1540 പൊന്നാനി സന്ധി. ഇത് ആരൊക്കെ തമ്മിലാണ് വെച്ചത്? കോഴിക്കോട് സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ വെച്ച സന്ധികളാണ് കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.